പ്രകാശത്തിലേക്ക് നടന്നുകയറിയ മഹാൻ. കറുത്ത വർണ്ണത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടപ്പോൾ തന്റെ ഈമാൻ കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മുഅദ്ദിൻ. ആ ശബ്ദം അത് മദീനയുടെ ആകാശങ്ങളിൽ മാത്രമല്ല, സ്വർഗ്ഗലോകത്ത് പോലും അലയടിച്ചിരുന്നു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ മഹാന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിലൂടെയാണ്. പ്രവാചക വിയോഗത്തിന് ശേഷം മദീനയുടെ തെരുവുകളിൽ ആ ശബ്ദം നിലച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സിറിയയുടെ രണാങ്കണങ്ങളിൽ ആ ധീരൻ എങ്ങനെ പോരാടി? നമുക്ക് കാണാം. മക്കയിലെ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ഒരടിമയായിരുന്നു അദ്ദേഹം. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ച് മർദ്ദിക്കുമ്പോഴും ആ ചുണ്ടുകൾ മന്ത്രിച്ചത് അഹദ് അഹദ് എന്നായിരുന്നു. ഒടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മുഅദ്ദിൻ. ആ ശബ്ദം അത് മദീനയുടെ ആകാശങ്ങളിൽ മാത്രമല്ല, സ്വർഗ്ഗലോകത്തു പോലും അലയടിച്ചിരുന്നു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ മഹാന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിലൂടെയാണ്. പ്രവാചക വിയോഗത്തിന് ശേഷം മദീനയുടെ തെരുവുകളിൽ ആ ശബ്ദം നിലച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സിറിയയുടെ രണാങ്കണങ്ങളിൽ ആ ധീരൻ എങ്ങനെ പോരാടി? നമുക്ക് കാണാം. കാലം മുന്നോട്ട് നീങ്ങി. ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഭരണമേറ്റ സമയം. സിറിയയിലെ ഷാം യർമൂക്ക് മൈതാനം. മുസ്ലിം സൈന്യം റോമൻ സാമ്രാജ്യത്തിന്റെ വമ്പൻ സൈന്യത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ നായകൻ അബൂ ഉബൈദയും ഖാലിദ് ബിൻ വലീദും തന്ത്രങ്ങൾ മെനയുന്നു. റോമൻ ചക്രവർത്തി ഹിറാക്ലിയസിന്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യം ധൂമപടലങ്ങൾ പോലെ ആഞ്ഞടിക്കാൻ നിൽക്കുന്നു. ഇതുകണ്ട് ഭയന്ന സൈന്യാധിപൻ മദീനയിലേക്ക് കത്തയച്ചു. പക്ഷേ ഖലീഫ ഉമർ റളിയല്ലാഹു നൽകിയ മറുപടി ചരിത്രമായിരുന്നു. എതിരാളികൾ ധൂമപടലങ്ങൾ പോലെയാണെങ്കിൽ നിങ്ങൾ നന്നായി ഒന്ന് ഊതിയാൽ ആ പുക പറന്നുപോകും. ഈ യുദ്ധത്തിൽ ഒരു സാധാരണ പോരാളിയായി നമ്മുടെ ബിലാൽ റളിയല്ലാഹുവും ഉണ്ടായിരുന്നു. തന്റെ വാർദ്ധക്യത്തിലും ജിഹാദിന്റെ വീര്യം ചോരാതെ അദ്ദേഹം പൊരുതി. അല്ലാഹുവിന്റെ സഹായത്താൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഹിറാക്ലിയസ് ചക്രവർത്തി സിറിയയോട് വിട പറഞ്ഞു. വിട സിറിയ, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിട. സിറിയയും ദമസ്കസും കീഴടക്കിയ ശേഷം മുസ്ലിം സൈന്യം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് അഥവാ ജെറുസലേമിലേക്ക് നീങ്ങി. ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഒരു നിബന്ധന വെച്ചു. ഞങ്ങളുടെ ഖലീഫ നേരിട്ട് വന്നാൽ മാത്രം ഞങ്ങൾ നഗരത്തിന്റെ താക്കോൽ കൈമാറൂ. അങ്ങനെ ഖലീഫ ഉമർ റളിയല്ലാഹു മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ആഡംബരങ്ങളില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരൊട്ടകവുമായി വരുന്ന ലോകത്തിന്റെ ഭരണാധികാരി. അബൂ ഉബൈദ റളിയല്ലാഹു ഖലീഫയെ കണ്ടപ്പോൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വേഷത്തിൽ അങ്ങോട്ട് ചെല്ലരുത്, അവർ വലിയ പ്രതാപം നോക്കുന്നവരാണ്. ഉമറിന്റെ മറുപടി ഇന്നും പ്രസക്തമാണ്. നാം ഏറ്റവും നിന്ദ്യരായ ജനതയായിരുന്നു. അല്ലാഹു നമുക്ക് ഇസ്ലാമിലൂടെ പ്രതാപം നൽകി. ഇനി നാം അല്ലാഹു നൽകിയതല്ലാത്ത മറ്റൊന്നിൽ പ്രതാപം തേടിയാൽ അല്ലാഹു നമ്മെ പഴയതിനേക്കാൾ നിന്ദ്യരാക്കും. ആ ലാളിത്യം കണ്ട് അന്തം വിട്ട പാത്രിക്കീസ് താക്കോൽ കൈമാറി. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി. ദാവൂദ് നബി അലൈഹിസ്സലാം നിസ്കരിച്ച സ്ഥലത്ത് ഉമർ റളിയല്ലാഹു നിസ്കരിച്ചു. സമയം ലുഹർ ബാങ്കിനോടടുത്തു. സ്വഹാബികൾക്ക് ഒരാഗ്രഹം. വർഷങ്ങളായി കേൾക്കാത്ത ആ പഴയ മദീനയുടെ ഓർമ്മപ്പെടുത്തുന്ന ശബ്ദം. ബിലാൽ റളിയല്ലാഹു ഒന്ന് ബാങ്ക് വിളിക്കണം. അവർ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ബിലാലിനോട് അഭ്യർത്ഥിച്ചു, ഓ ബിലാൽ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവാചകന്റെ ഓർമ്മയ്ക്കായി ഒരാവർത്തി കൂടി. ബിലാൽ റളിയല്ലാഹു വിസമ്മതിച്ചു. പക്ഷേ ഉമറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എഴുന്നേറ്റു. മസ്ജിദുൽ അക്സയുടെ മുകളിൽ നിന്ന് ആ ശബ്ദമുയർന്നു. ആ ശബ്ദം കേട്ടതും കല്ല് കഠിനമായ യുദ്ധങ്ങൾ കണ്ട സ്വഹാബികൾ പോലും പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹു കൊച്ചുകുട്ടിയെപ്പോലെ വിങ്ങിപ്പൊട്ടി. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നു പറയാനെത്തിയപ്പോൾ ബിലാലിൻ്റെ തൊണ്ടയിടറി. വാക്കുകൾ പുറത്തു വന്നില്ല. ആ ബാങ്കുവിളി അവിടെ കൂടിയിരുന്ന എല്ലാവരെയും പ്രവാചകന്റെ കാലത്തേക്ക് തിരികെ കൊണ്ടുപോയി.
യുദ്ധങ്ങൾ അവസാനിച്ചു. ബിലാൽ റളിയല്ലാഹു സിറിയയിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് ബിലാൽ, നീ എന്നെ കാണാൻ വരുന്നില്ലേ? നീ എന്നോട് പിണക്കത്തിലാണോ? ഇത്രയും കാലമായില്ലേ നീ എന്നെ കണ്ടിട്ട്? ബിലാൽ റളിയല്ലാഹു ഞെട്ടിയുണർന്നു. ലബ്ബൈക യാ റസൂലല്ലാഹ് എന്നു പറഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് കുതിച്ചു. പൊടി പിടിച്ച ശരീരവുമായി അദ്ദേഹം മദീനയിലെത്തി നേരെ റൗള ഷരീഫിലേക്ക് ഓടി. തൻ്റെ പ്രിയതമൻ്റെ കബറിനരികിൽ അദ്ദേഹം ബോധം മറഞ്ഞ് കരഞ്ഞു. അപ്പോഴാണ് 2 പൂമ്പാറ്റകൾ അങ്ങോട്ട് വന്നത്. പ്രവാചകന്റെ പേരമക്കൾ ഹസനും ഹുസൈനും. അവരെ കണ്ടതും ബിലാൽ കെട്ടിപ്പിടിച്ചു. അവർ പറഞ്ഞു, മുത്തച്ഛൻ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മുത്തച്ഛൻ്റെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ കൊതിയാകുന്നു. മക്കളുടെ ആവശ്യം നിരസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിറ്റേന്ന് സുബഹിക്ക് മസ്ജിദ് നബവിയിൽ ബിലാലിൻ്റെ ശബ്ദമുയർന്നു. ആ ശബ്ദം കേട്ട മദീന നിവാസികൾ ഞെട്ടിത്തെറിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നോ എന്ന് ചോദിച്ച് സ്ത്രീകൾ പോലും വീടുകളിൽ നിന്നിറങ്ങി ഓടി. അതായിരുന്നു ബിലാൽ റളിയല്ലാഹു മദീനയിൽ വിളിച്ച അവസാനത്തെ ബാങ്ക്. ആ ബാങ്ക് വിളി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കരച്ചിൽ കാരണം അദ്ദേഹം കുഴഞ്ഞു വീണു. താമസിയാതെ അദ്ദേഹം സിറിയയിലേക്ക് മടങ്ങി. ഹിജ്റ വർഷം 20 ഡമസ്കസിനടുത്തുള്ള ദാരിയ എന്ന ഗ്രാമത്തിൽ വെച്ച് ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണസമയത്ത് ഭാര്യ കരയുന്നത് കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. കരയണ്ട, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടുമുട്ടും, മുഹമ്മദ് നബിയെയും അനുചരന്മാരെയും. അടിമയായി ജനിച്ച് പീഡനങ്ങൾ സഹിച്ച് ഒടുവിൽ പ്രവാചകന്റെ സ്വർഗത്തിലെ കാലച്ചയായി മാറിയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു, ആ ജീവിതം നമുക്കെന്നും ഒരു പാഠമാണ്, ഈമാനിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠം. അല്ലാഹു ആ മഹാന്റെ കൂടെ നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.